ഒരു വരാന്ത കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇത് എടുക്കുന്നത് നമ്മുടെ മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റി എന്നാണ് കേട്ടോ എടുക്കുന്നത്. ഇന്ന് അധികം തിരക്കുകളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു ഗ്യാപ്പും കൂടി കിട്ടിയത് കൊണ്ടാണ്. അത് സ്വതവേ നമ്മൾ കാഷ്വാലിറ്റിയിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്താണ് നമ്മൾ കാഷ്വാലിറ്റിയിൽ വരിക. അന്നേരം നമുക്ക് വീഡിയോ എടുത്ത് ഫോൺ ഓണാക്കി വീഡിയോ എടുത്ത് നിൽക്കാനൊന്നും നമുക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ഗ്യാപ്പും കിട്ടണം എന്നില്ല. അപ്പം അതുപോലെ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണ പോയ സമയത്ത് ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടി, അപ്പം ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഫാർമസീൻ്റെ ആ ഒരു ഏരിയ ആണ് കേട്ടോ അത്. സാധാരണ നമ്മൾ ഏതൊരു ഹോസ്പിറ്റലുകളിൽ ഫാർമസിയിൽ പോയി കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും കേട്ടോ. പക്ഷേ ഈ ഒരു ഫാർമസിയിൽ തീരെ തിരക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മെഡിസിൻസ് ഇല്ല. അപ്പം ഞാൻ പലതവണ വന്ന സമയത്തും എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഇതെല്ലാവർക്കും തോന്നിയിട്ടുള്ള തോട്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നിയ പേഴ്സണലി എനിക്ക് തോന്നിയ കാര്യം ജസ്റ്റ് ഞാനൊരു വീഡിയോയിലൂടെ എനിക്ക് പറയണമെന്ന് തോന്നി, അങ്ങനെ പറയുന്നതാണ്. അതായത് ഞാൻ പലതവണ വന്നപ്പോഴും എനിക്ക് ഇവിടുന്ന് ഗ്യാസിൻ്റെ ഗുളിക മാത്രമാണ് കിട്ടാറുള്ളത്, അല്ലെങ്കിൽ ഒരു പാരസിറ്റമോൾ, വേറെ ഒന്നും നമുക്ക് ഇവിടുന്ന് കിട്ടില്ല. ക്രോസ് ചെയ്തിട്ട് നമ്മൾ പുറത്ത് പോയി വാങ്ങിക്കും. സാധാരണ മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റിയിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു കേസ് കൊണ്ടായിരിക്കും നമ്മൾ വരുന്നുണ്ടാവുക. അപ്പോൾ അത് എത്രത്തോളം ക്രിട്ടിക്കലായ കേസ്, അതുപോലെ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റാത്തത്, അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ പോകുന്ന ഒരു ഏരിയ ആണ് നമ്മൾ ഈ കാഷ്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയല്ലേ ആക്ച്വലി നമുക്ക് ടാബ്ലറ്റ്സൊക്കെ പെട്ടെന്ന് കിട്ടേണ്ടതായിട്ട് വരുന്നത്. അല്ലാതെ നോർമലി കാണിക്കുന്ന അവിടെയല്ലല്ലോ ആക്ച്വലി വേണ്ടത്. നോർമലി കാണിക്കുന്നിടത്ത് കിട്ടാറില്ല എന്നല്ല ഞാൻ പറയുന്നത്, കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഏരിയയിലാണ് കുറച്ചും കൂടി അവൈലബിലിറ്റി ആവശ്യമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തോന്നിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എനിക്ക് പലതവണ എനിക്ക് മാത്രം തോന്നിയൊരു ഇതാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടുകാരോടൊക്കെ പറഞ്ഞ സമയത്ത് അവരും ഈ ഒരു കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ തന്നെയാണ് കിട്ടാറുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ആർക്കെങ്കിലും ഈ ഒരു കമൻറ്റ് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എല്ലാവർക്കും ഈ ഒരു ഇത് തോന്നണം എന്നില്ല. കാരണം ഈ മെഡിക്കൽ കോളേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവർ ഇപ്പം ഭയങ്കര കുറവാണ്. പക്ഷെ നമ്മൾ എന്തെങ്കിലും സിറ്റുവേഷൻസിൽ മാറുന്നില്ല, ഒരു ഡോക്ടറെ കാണിച്ചിട്ട് പുറത്തുനിന്ന് ഒരു ഡോക്ടറെ കാണിച്ചിട്ട് മാറുന്നില്ല എന്നൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മളിപ്പോഴും പോകുന്നത് മെഡിക്കൽ കോളേജിലാണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഈ ഒരു ഇത് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം അത് എന്ത് റീസൺ കൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പം മെഡിസിൻസിന്റെ അവൈലബിലിറ്റി അല്ലാതെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് കൊണ്ടാണോ അറിയില്ല. പറഞ്ഞൊരു എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും എന്തായാലും ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.